അല്പനേരം അമ്മയോടൊത്ത് ഇരുന്നു അല്ലേ? വല്ലാതെ അമ്മ എന്ന് പറയുന്ന ഒരു വല്ലാത്ത, തീർച്ചയായും മറ്റാരും ഇല്ല എനിക്ക്. അമ്മ ഇപ്പൊ ഇല്ല. അമ്മ അമ്മയുടെ 5ാം ചരമവാർഷികമായിരുന്നു ഇന്നലെ. ഞാൻ കോട്ടയത്തെ വീട്ടിൽ അതിന് പോയിട്ടുണ്ടായിരുന്നു. ചടങ്ങൊന്നുമില്ല. അമ്മ കുഴിച്ചിട്ടിരിക്കുന്ന എവിടെയാണെന്നറിയാം? അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നു പൊതു ശ്മശാനത്തിലാണ്. ആണോ? കോട്ടയത്തെ ഏറ്റവും വലിയ ജന്മകുടുംബങ്ങളിലൊന്നാണ്. നേരത്തെ 100 വർഷം പഴക്കമുള്ള ഒരു പള്ളി എൻ്റെ കുടുംബ മുന്നിൽ നിന്ന് സ്ഥാപിച്ചതാണ്. എൻ്റെ പിതാമഹനാണ് ആ പള്ളിയെയും സഭാ ചരിത്രത്തിൻ്റെയൊക്കെ വലിയ ഒരു ഘടകമാണ്. പട്ടശ്ശേരിയിലെ അലക്സാന്ദ്രിയോസ് സ്കോർപ്പീസ്കോപ്പ എന്ന് പറയുന്ന വലിയ ചരിത്ര പുരുഷൻ. അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത് പരുത്തുംപാറ പനച്ചിക്കാട് പഞ്ചായത്ത് കൊടുത്തൊരു ശ്മശാനമുണ്ട്. അപ്പോഴാണിത് ഈ പൊതു ശ്മശാനത്ത് SNDPയുടെ എല്ലാവരും ഉണ്ട് അതിനകത്ത്. അവിടെയാണ്. അത് അമ്മയുടെ ഇഷ്ടപ്രകാരം അതാണ്. ഇപ്പം ഞാനും എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ അന്ത്യം എങ്ങനെയാണ്? വിമാനം കത്തി ചാമ്പലാവുകയോ കപ്പൽ മുങ്ങി കാണാതാവുകയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് സ്വാഭാവിക മരണമാണെങ്കിൽ എൻ്റെ അവയവങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് എവിടെയെങ്കിലും കുഴിച്ചിടുക. അവിടെ പൊതുജനങ്ങൾക്കായി ഒരു വായനശാല ഉണ്ടാവും. ഇത്രയും മാത്രമേ മരണാനന്തരം എനിക്കൊരാഗ്രഹമുള്ളൂ. അന്ന് ഈ എതിർത്ത് നിന്ന അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ വ്യക്തികളൊക്കെ പിൽക്കാലത്ത് തിരിച്ച് അടുക്കുകയുണ്ടായോ? ഇന്നലെ തന്നെ ഇത് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു താരമായിട്ട് മാറുകയാണ് ഞാൻ. ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്, ഒരു കാലത്ത് തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്യണം എന്നെ എന്നുവരെ പറഞ്ഞ്, അടക്കം ചെയ്യുമെന്ന് വരെ പറഞ്ഞവരുണ്ട് എന്നൊക്കെ ഫേസ്ബുക്കിൽ ചിലർ ചോദിക്കുന്നുണ്ട്. അന്ന് പ്രത്യേകിച്ച് എൻ്റെ ആദ്യ പുസ്തകം വിവാദമായ ചത്തമിൻ്റെ സുവിശേഷം, നന്ദു സൂചിപ്പിച്ച കൊച്ചു കൊച്ചു കഥകൾ അതിനകത്തായിരുന്നു അധികവും. അതിനുശേഷം കഥയുടെ വലിപ്പത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഈ ചത്തവൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ 35 വർഷമായി അതിപ്പോഴും ലൈവാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ആ കഥ എഴുതുന്ന കാലത്താണ് ഒരുപാട് പേര് ശത്രുക്കളായത്. പലരും ഈ ഇപ്പോൾ യേശുവിൻ്റെ അനീതി എന്ന് പറഞ്ഞ് പിന്നീട് ഒരു പുസ്തകം ഇറങ്ങി, ഒരു കഥ. ആ കഥ സത്യത്തിൽ യേശുവിൻ്റെ സത്യങ്ങളെ സുവിശേഷിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിയുടെ സത്യവർക്കായിട്ട് അത് എടുക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ശീർഷകം മാത്രം വായിച്ചിട്ടാണ് എന്നെ കല്ലെറിഞ്ഞത്. യേശുവിൻ്റെ അനീതി എന്ന് കേട്ടപ്പോൾ യേശുവിനെ ആക്ഷേപിച്ച് എഴുതുകയാണെന്നാണ് ഈ പൊട്ടന്മാർ ധരിച്ചു വെച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട്. പക്ഷേ ഇന്ന് ആ അവസ്ഥ നന്ദു സൂചിപ്പിച്ചത് എനിക്കറിയാം. ഇന്ന് നേരെ മറിഞ്ഞു, തിരിച്ചായി. ഇന്ന് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരം പ്രതിഭാസങ്ങളെല്ലാം എന്നെ വലിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ ഇപ്പോഴും നിൽക്കവിടെ എന്ന് പറഞ്ഞ് പടിക്ക് പുറത്ത് ഞാൻ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലരും അമ്പരപ്പോടെ ചോദിക്കുന്ന ചില അംഗീകാരങ്ങൾ, ചില കാര്യങ്ങൾ എനിക്ക് ലഭിക്കാതെ പോകുന്നത്. ഓർമ്മകൾ മരിക്കാത്തിടത്തോളം കാലം എനിക്ക് ചില വ്യക്തികളുമായും ചില പ്രസ്ഥാനങ്ങളുമായും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്താൽ ഞാൻ ഇല്ലാതെയാവുകയാണ്. ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഓക്കെ, അതെ, ആ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചു. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വപ്നങ്ങൾ അതിൽ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. മുമ്പ് സൂചിപ്പിച്ച സ്വപ്നങ്ങളിൽ വലിയ സുഖമുണ്ട്. സ്വപ്നങ്ങൾക്കാണല്ലോ ഏറ്റവും യാഥാർത്ഥ്യത്തേക്കാൾ സുഖമുള്ളത്. ഓർമ്മകൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അങ്ങ് പോകും. വേറെ പ്രതീക്ഷകളൊന്നും ഇന്നും എനിക്കില്ല. ഈ പ്രായങ്ങളിലൊക്കെ സിനിമ കാണുന്ന ഒരു സിനിമ, ഇന്നാണ് ഞാൻ സിനിമയോട് കുറച്ച് അകന്ന് നിൽക്കുന്നത്. സിനിമയെ ഭയങ്കര ജീവനായിരുന്നു എനിക്ക്. അപ്പോൾ അതും കാണാൻ പോകുമായിരുന്നു. ഞാൻ ആദ്യം കാണുന്ന സിനിമ, അത്ഭുതത്തോടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എൻ്റെ മനസ്സിലതുണ്ട്. ആദ്യം കാണുന്നത് ശബരിമല അയ്യപ്പനാണ്. ശ്രീ അയ്യപ്പനോ ശബരിമല അയ്യപ്പനോ ഒക്കെ പറഞ്ഞു. എനിക്ക് ഉണ്ട്. എൻ്റെ പിൽക്കാലത്ത് എൻ്റെ ചങ്ങാതിയായി മാറി ഹരി എന്ന് പറയുന്ന നടൻ, അദ്ദേഹമാണ് അഭിനയിച്ചത്. ഹരിയേട്ടൻ, അദ്ദേഹമാണ് ഈ അയ്യപ്പനായിട്ട് അഭിനയിച്ചത്. പിന്നെ ഞാൻ എവിടെ സിനിമ വന്നാലും
അന്നൊക്കെ കാശൊക്കെ കുറവാണ്. അമ്മ അവിടെ നിന്നൊക്കെ ചുരുക്കി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പൈസ എവിടെയാണ് അമ്മ സൂക്ഷിക്കുന്നത് അറിയാം. അത് അടിച്ചു മാറ്റി ഇപ്പോൾ കോട്ടയത്തു നിന്നാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ അന്ന് ന്യൂ തിയേറ്ററുണ്ട്, ചങ്ങനാശ്ശേരിയിലും കോട്ടയത്ത് ഞങ്ങൾക്ക് തുല്യ ദൂരമാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി ന്യൂ, പോപ്പുലർ പറഞ്ഞ് 2 തിയേറ്റർ, കോട്ടയത്ത് സ്റ്റാർ, രാജ്മഹാൾ, ഇന്നത്തെ വേറെ ഏതാണ്ട് പേരാ അതിന്, പറഞ്ഞ കുറേ തിയേറ്ററുകൾ. അവിടെ മുതൽ അത്ര കണ്ട് സിനിമാ ഭ്രാന്തുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ അതെല്ലാം പാടെ മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ അക്കാലത്തെ പാട്ടുകളും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെ എനിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് മുമ്പോട്ട് പോയാലോ? ഏതെങ്കിലും ഒരു പാട്ട് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്തിരുന്നു. അതിന് കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഈ കവിയൂർ ജീവിതകാലമാണ്. എല്ലാം എനിക്ക് മാത്രമായിരിക്കില്ല, എല്ലാവർക്കും കാണുമായിരിക്കും. ഈ കൗമാരകാലത്തും തീർച്ചയായിട്ടും ഏതാണ്ട് ഈ ഒരു എനിക്കെന്തോ ഒരു അകാലത്തിൽ പലതും എന്നിൽ കടന്നുകൂടിയിട്ടുണ്ട്. 6-7 വയസ്സൊക്കെ ഉള്ളപ്പം മുതലേ എനിക്ക് ഉള്ളിൽ പ്രണയം തോന്നി തുടങ്ങിയ ഒരു മനുഷ്യനാണ്. പ്രണയവും ഒപ്പം നിരീശ്വരവാദവും അത് വേറൊരു വഴിയിൽ. ഏത് പെണ്ണിനെ കണ്ടാലും പ്രേമിക്കാനുള്ള ഒരു മനസ്സ് അന്ന്. പക്ഷേ അന്ന് ഞാൻ ഒരു പെണ്ണ് ഇപ്പോഴും ഉണ്ട്, പുള്ളിക്കാരി, മക്കളൊക്കെ ആയിട്ടുണ്ട്. പേര് ചോദിക്കരുത്, പേര് ചോദിക്കുന്നില്ല. എൻ്റെ ആ ഒരു ബാല്യകാല സഖി. ഇവരും എൻ്റെ ഈ തുലാവർഷകാലം അല്ല ഈ കാലവർഷകാലമൊക്കെ വരുമ്പോൾ താഴെ ചെറിയ പുഴയിൽ ഉണ്ട്, കുളമുണ്ട്. കവിയൂരാണെങ്കിൽ അത് ഇഷ്ടംപോലെ ജലസമ്പത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വാഴത്തട കൊണ്ട് ഞാൻ തോണി ഉണ്ടാക്കും. അതിന് ഞാൻ മിടുക്കനാണ്. വാഴ വെട്ടിയിട്ട് അതിൻ്റെ തട ഇങ്ങനെ അടുക്കി കെട്ടി വരിഞ്ഞ് തോണി ആക്കും. ആരും അറിയാതെ ഞാൻ എൻ്റെ ഈ കൂട്ടുകാരിയും കൂടെ അതേ വിളിച്ച് കയറ്റും. പയ്യെ മെല്ലെ ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് തുഴഞ്ഞ് ഈ പുല്ലാഞ്ഞിക്കാടിൻ്റെ ഇടയിലോട്ടൊക്കെ കയറിപ്പോവും. അങ്ങനെ തുഴഞ്ഞ് നടക്കുന്നവർ. പക്ഷേ ജീവിതത്തിൻ്റെ മാറ്റത്തിൽ പലതും മാറുന്നു, വിസ്മൃതിയിലാവുന്നു. ആരെയൊക്കെ ജീവിതത്തിലേക്ക് എത്രയെത്ര സുന്ദരിമാർ വന്നിരിക്കുന്നു ഇതിനോടകം. എല്ലാം പലരെയും മറന്നു പോവുകയാണ്. പക്ഷേ ആദ്യത്തെ ആ പെൺകുട്ടിയെ മാത്രം മറക്കാൻ ഞാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റില്ല. അതെൻ്റെ മനസ്സിൽ അങ്ങനെ വരുമ്പോൾ എന്നെ അത് കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ട്, അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ആ കടവും തോണിയും ഒക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ്. അല്ലിയാമ്പൽ കടവിൽ. അത് കേൾക്കാം. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നാ തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നാ തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു.
തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നാ തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം